എല്ലാവർക്കും എൻ്റെ പുതിയ മെക്കാനിക്കൽ വീഡിയോയിലേക്ക് സ്വാഗതം. നിസാൻ അൾട്ടിമ 2013 മോഡലിൻ്റെ ബാക്ക് ഷോക്കാണ് ഇന്ന് റീപ്ലേസ് ചെയ്യുന്നത്. നിസാൻ അൾട്ടിമ 2013 മോഡലിൻ്റെ ഷോക്കിൻ്റെ ഒരു ലൈഫ് സ്പാൻ വരുന്നത് 8-9 വർഷമാണ്. അതും നമ്മൾ ഓടിക്കുന്ന റോഡിൻ്റെ സാഹചര്യം അനുസരിച്ചാണ് അതിൻ്റെ ലൈഫ് വരുന്നത്. കുറച്ചും കൂടി ബുദ്ധിമുട്ടേറിയ, കുറച്ചും കൂടി കുഴിയും അതേപോലെ ടെറൈനും മോശമായിട്ടുള്ള റോഡാണെങ്കിൽ 5-6 വർഷം കിട്ടുക. ഇത് ഇന്നത്തെ അൾട്ടിമ 2013 UAE-ലുള്ള നല്ല റോഡിൽ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ്. അതുകൊണ്ട് ഫസ്റ്റത്തെ റീപ്ലേസ്മെൻ്റാണ്. 8 വർഷം ഈ ഷോക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന്. പിന്നെ ഈ ഷോക്ക് റീപ്ലേസ് ചെയ്യാൻ വരുന്ന കാരണങ്ങളാണ്. അത് ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ചെറിയ ഹമ്പെല്ലാം വാഹനം കയറുമ്പോൾ ഹമ്പിൻ്റെ മുകളിലെത്തിക്കഴിഞ്ഞാൽ ഒരു സ്ക്യൂസിങ് സൗണ്ട് വരും. ഒന്ന്. രണ്ടാമത് വരുന്നത് ബാക്കിലുള്ള പിന്നിറ സീറ്റിലിരിക്കുന്ന യാത്രക്കാർക്ക് ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. പിന്നെ മൂന്നാമത് നമുക്ക് ഷോക്കിൽ കാണാം, ഷോക്കിൻ്റെ ഉള്ളിൽ ഹൈഡ്രോളിക് ഓയിൽ ഹൈ പ്രഷറിൽ കംപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് പുറത്തേക്ക് ഒലിച്ചിറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ സാഹചര്യങ്ങളിൽ ഷോക്ക് എത്രയും പെട്ടെന്ന് റീപ്ലേസ് ചെയ്യണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ വാഹനത്തിൻ്റെ കൺട്രോൾ ലോസ് ആവുകയും അതേപോലെ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റിക്ക് പ്രശ്നം വരികയും ചെയ്യും. അതുപോലെ ഷോക്ക് യഥാസമയം ഈ കാരണത്താൽ റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ അത് നിങ്ങളുടെ സസ്പെൻഷന് സാരമായി ബാധിക്കുകയും ഇതേപോലെ വാഹനത്തിൻ്റെ കൺട്രോൾ ലോസ് ആവുകയും ചെയ്യും. ഇന്ന് ഈ വാഹനത്തിൻ്റെ 2 വർഷത്തിന് ശേഷം ഫസ്റ്റത്തെ റീപ്ലേസ്മെൻ്റ് ആണ്. റൈറ്റ് സൈഡ് ഓൾറെഡി നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഇപ്പോൾ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡാണ്. ഇതിൽ ലെഫ്റ്റും റൈറ്റും അങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ ഇല്ല, ഏതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ലെഫ്റ്റ് സൈഡ് ഷോക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതിന് വേണ്ട ടൂൾസ്, ഇതാണ് ഷോക്ക്. ഇത് വരുന്നത് നിസാനിൻ്റെ ഒറിജിനൽ ഷോക്കാണ്. നിസാൻ ഒറിജിനൽ ഷോക്കിൻ്റെ ഒപ്പം തന്നെ നമുക്ക് KYB എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കറ്റ് ഗുഡ് ക്വാളിറ്റി ബ്രാൻഡും യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ള ഒറിജിനൽ ഒറിജിനൽ ഷോക്കാണ്. ഒറിജിനൽ ഷോക്ക്. അതേപോലെ 3 ടണ്ണിൻ്റെ ജാക്ക് സ്റ്റാൻഡ്, അതേപോലെ 2 ടണ്ണിൻ്റെ ജാക്കി. പിന്നെ വേണ്ടത് 21 mm റാച്ചറ്റ്, ഒരു അഡ്ജസ്റ്റബിൾ സ്പാൻഡർ, 16 mm സ്പാനർ, അതേപോലെ ആൻറ്റി-സീസ് ലൂബ്രിക്കൻറ്റ്, അൾട്രാ ലൂബ്, ഇത് സിന്തറ്റിക് അൾട്രാ ലൂബാണ്. അതേപോലെ എക്സ്റ്റൻഷൻ, റാച്ചറ്റ് 3/8 റാച്ചറ്റ്, ഒപ്പം തന്നെ 19 mm സോക്കറ്റ്, ഒരു ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ, അതേപോലെ ഡോർ റിമൂവൽ. ഇത്തരം ടൂൾസാണ് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റിലേക്ക് കടക്കാം. ജാക്ക് സ്റ്റാൻഡ് വെച്ച് ഊരുന്നതിന് മുന്നേ ഈ 21 mm നെറ്റ് ഒന്ന് ലൂസാക്കും. ജാക്കി സ്റ്റാൻഡ് കറക്റ്റായിട്ട് ജാക്കി പോയിന്റിൽ കണക്ട് ചെയ്യുക. ഇവിടെ ജാക്കി പോയിന്റ് എല്ലാ മാനുഫാക്ചേഴ്സും തരുന്ന ജാക്കി പോയിന്റ് ഉണ്ട്. അതിൽ കറക്റ്റ് കണക്ട് ചെയ്തിട്ട് കൊടുക്കുക. ഏകദേശം ടയർ ഒരു 1 ഇഞ്ച് മുകളിലേക്ക് ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ സ്റ്റാൻഡ് വെക്കുക. ഓക്കെ, ഇനി സ്റ്റാൻഡ് വെക്കുക. സ്റ്റാൻഡ് വെക്കുമ്പോൾ ഇവിടെ ഒരു കട്ട് ഉണ്ടാവും. ഇതേപോലത്തെ സ്ട്രോങ് ഏരിയയിൽ മാത്രം സ്റ്റാൻഡ് വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സ്റ്റാൻഡ് വെച്ചിട്ട് ഈ പിന്ന്, സേഫ്റ്റി പിന്ന് കറക്റ്റായിട്ട് ഇൻസെർട്ട് ചെയ്യണം. അതേപോലെ സ്റ്റാൻഡ് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. ഇനി പതുക്കെ സ്ലോലി റിലീസ് ചെയ്യാം. ഇപ്പോൾ ലോഡ് സ്റ്റാൻഡിൽ വന്നു. ഇനി ഒന്നുകൂടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ജാക്കി ഒന്നുകൂടി ടൈറ്റാക്കി നിർത്തുക. ഇപ്പം ഡബിളാണ്, 3 ടണ്ണാണ് ഇതിൻ്റെ കപ്പാസിറ്റി സ്റ്റാൻഡിന്. ഈ വണ്ടിയുടെ ടോട്ടൽ വെയിറ്റ് വരുന്നത് 1.5 ടണ്ണാണ്. സ്റ്റാൻഡ് 3 ടണ്ണ് വരെ കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ അതേപോലെ ജാക്കിമേ ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ടയർ റിമൂവ് ചെയ്യാം. ടയർ ഇതേപോലെ
mm ലെഗ് നട്ട്. ഇത് മാനുഫാക്ചർ തരുന്ന ബൈ ഡിഫോൾട്ട് റാച്ചറ്റ് ആണിത്. ലെഗ് നട്ട് 5 ലെഗ് നട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ടയർ പതുക്കെ ഊരിയെടുക്കാം. എക്സ്ട്രാ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഈ ടയർ ഈ റണ്ണിങ് ബോഡിക്ക് അടിയിൽ വെക്കാം. ഈ വരുന്ന കവറിങ് ഷീൽഡ്, പ്രൊട്ടക്ടർ ഷീൽഡ് നമ്മൾ റിമൂവ് ചെയ്യണം. ഈ പ്ലാസ്റ്റിക് 1, 2 അതേപോലെ ഇവിടെ 3 ഇതിൻ്റെ മുകളിൽ അതേപോലത്തെ വരുന്നുണ്ട്. 4 അത് ഇവിടെ വരും. 4 പിന്നെ 5, 6 പിന്നെ 7, 8, 9 ഇത് ഇതേപോലെ റിമൂവ് ചെയ്യാം. റിമൂവ് പിന്നെ ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ വെച്ച് ജസ്റ്റ് തിക്കുക, റിമൂവ് ചെയ്യും. ഇതേപോലെ റിമൂവ് ചെയ്ത് 1 ടൈം യൂസാണ്. നെക്സ്റ്റ് ടൈം ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല, വേറെ ഫിറ്റ് ചെയ്യേണ്ടി ഇതായി വരും. എല്ലാ ക്ലിപ്പും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ റിമൂവ് ചെയ്തെടുക്കാം. ഇതേപോലെ റിമൂവ് ചെയ്യാം. ഷോക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് ഈ 13 mm 2 നെറ്റിലാണ് ഇവിടെ. അതുപോലെ തന്നെ താഴത്ത് ഒരു 19 mm നെട്ടും. നമുക്ക് ഫസ്റ്റ് ഈ 13 mm നെറ്റ് ഒന്ന് ലൂസാക്കണം നമുക്ക്. അപ്പോൾ റാച്ചറ്റ് എടുക്കുക, 13 mm റാച്ചറ്റ് എടുത്ത് ജസ്റ്റ് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം ആൻറ്റി ക്ലോക്ക് വൈസ് ജസ്റ്റ് ലൂസാക്കുക. ഫുള്ളായിട്ട് റിമൂവ് ചെയ്യണ്ട. ഇപ്പം ലൂസാക്കുക. ഷോക്ക് റിമൂവ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഓൾറെഡി ഹോൾഡ് ചെയ്തിട്ടുള്ള ജാക്കി ഒന്ന് റിലീസ് ചെയ്യാം. ഈ ജാക്കി നമുക്ക് ആവശ്യമുണ്ട്. ഈ ജാക്ക ഷോക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസ്കും റോട്ടറും കൂടിയിട്ട് താഴ്ത്തു വിട്ട് കുറച്ച് വരും. അത് ഇവിടെ ലോഡ് ചെയ്ത് ഇതിൽ സ്ട്രോങ് ആയിട്ടുള്ള ഈ ഏരിയയിൽ ജാക്കി ലോഡ് ചെയ്ത് വെക്കുക. ഇവിടെ ഈ ഏരിയയിൽ ജാക്കി ലോഡ് ചെയ്യും. കറക്റ്റ് ഇതിൽ ഓക്കെ. 19 mm ഈ മെയിൻ നെട്ട് 19 mm അത് 19 mm റാച്ചറ്റ് വെച്ചിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് റിമൂവ് ചെയ്യാം. നീളമുള്ള നെറ്റാണ്. ഫുള്ളായിട്ട് റിമൂവ് ചെയ്തെടുക്കുക. റിമൂവ് ചെയ്തിട്ടുണ്ട്. നെറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെ ജാക്കി ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ 12 mm 13 mm 2 സോക്കറ്റും റിമൂവ് ചെയ്തെടുക്കാം. 13 mm റിമൂവ് ചെയ്തെടുക്കാം. ഓക്കെ. ഒരു നെറ്റ് റിമൂവ് ചെയ്ത് ഒരു നെറ്റ് കൈ ഹോൾഡ് ചെയ്യുക. അതേപോലെ റൈറ്റ് ഹാൻഡ് ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ ത്രെഡ് തിരിച്ചെടുക്കുക. ഷോക്ക് അബ്സോർബർ റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്യുക. ഒരു കയ്യിൽ ഹോൾഡ് ചെയ്യുക. ഈ അഡ്ജസ്റ്റബിൾ സ്പാനർ ആൻറ്റി ക്ലോക്ക് വൈസ് 16 mm സ്പാനറോടത്തെ ഇങ്ങനെ തിരിച്ച് റിമൂവ് ചെയ്യാം. സെൽഫ് ത്രെഡ് നെറ്റാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഓറിയൻറ്റേഷൻ. ടോപ്പിൽ വരുന്നത് ഇത്, പിന്നെ വരിക ഈ നെറ്റ് വരും. ഇത് അതേപോലെ തന്നെ വെക്കുക. വേറെ ഈ കപ്പ്, അതിന് താഴെ ഈ നെറ്റ്, പിന്നെ ഇത് പിന്നെ ഈ ഒരു അസംബ്ലി. വേറെ ഒരു പ്രത്യേക കാര്യം കാണിച്ചു തരാം. ഈ കംപ്ലൈൻ്റ് ആയ ഷോക്ക് എന്താണ് കംപ്ലൈൻറ്റ് എന്നുള്ളത്. ഇത് പുതിയ ഷോക്ക്, ഇത് കംപ്ലൈൻറ്റ്. ഇത് രണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഷോക്കിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇത് രണ്ടും പ്രസ് ചെയ്യുന്ന ഞാൻ പ്രസ് ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മുകളിലേക്ക് വരണം.
കണ്ടില്ലേ, ഇത് കംപ്ലൈൻ്റ് ആയത്. ഇത് വരുന്നില്ല, ഇത് വരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴിയിൽ വീണ് കഴിഞ്ഞാൽ വണ്ടി ഷോക്ക് വർക്ക് ചെയ്ത് അത് തിരിച്ച് അതിൻ്റെ റീപൊസിഷനിൽ വരണം, ഇതേപോലെ തിരിച്ച് വരണം. അത് വരുന്നില്ല, ഇതാണ് കംപ്ലൈൻറ്റ്. പിന്നെ സൗണ്ട്, സ്ക്യൂസിങ് സൗണ്ട്. ഓക്കെ, ഷോക്ക് റീഫിക്സ് ചെയ്യുക കറക്റ്റായിട്ട്. ഈ റബ്ബർ ഇവിടെ വെച്ച് ഈ ബൂട്ട് ഇതിൻ്റെ മുകളിൽ ബൂട്ട് കറക്റ്റ് ഇട്ട് അതിനുശേഷം ഈ കപ്പ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. ഈ മൈക്രോ ഫൈബർ വെച്ചൊന്ന് ക്ലീൻ ചെയ്യാം. ഇതാ ഈ കപ്പ് കറക്റ്റ് അതിൻ്റെ മുകളിൽ ചെയ്യാം. കപ്പ് ഇട്ടതിന് ശേഷം പിന്നെ ഇതാ ഇവിടെ ഇതൊന്നുകൂടി ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് വരുന്നു, ഇതിവിടെ ഇടും. അതിനൊപ്പം തന്നെ കുറച്ച് ഇതിൻ്റെ പുറത്ത് ഈ കാലിപ്പർ ഗ്രീസ് അല്ലെങ്കിൽ മൾട്ടിപർപ്പസ് ഗ്രീസ് ആയാലും കുഴപ്പമില്ല, ഒന്ന് പരട്ടി കൊടുക്കുക. എന്നിട്ട് ഇതിനൊപ്പം താഴത്തോട്ട് ത്രെഡിൽ വെച്ച് കൊടുക്കുക. ഇനി വരേണ്ടത് എന്താ, ഈ കപ്പ് കറക്റ്റ് ഈ പൊസിഷനിൽ ഇട്ടു. ഇനി അതിന് ശേഷം ഇത് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഈ കട്ടുണ്ട്, ഇത് കറക്റ്റായിട്ട് ഈ സ്ലോട്ടിലേക്ക് വരുന്ന രീതിയിൽ തിരിച്ച് കൊണ്ടുവരണം. ഇനി അതിന് മുകളിൽ ലാസ്റ്റത്തെ ഈ ഇട്ട് 16 mm ഇട്ടിട്ട് ടൈറ്റ് ആക്കുക. ഊരിയ പോലെ തന്നെ സ്പാനർ വെച്ച് വെക്കുക. ഓക്കെ, ടൈറ്റിങ് ലാസ്റ്റ് കഴിഞ്ഞു. 1 2 3. ഓക്കെ, ഇനി തിരിച്ച് ഈ കപ്പ് ഇതേപോലെ തന്നെ ഇതിന് മുകളിൽ തിരിച്ച് ഫിക്സ് ചെയ്യും. കറക്റ്റായിട്ട് ഇതിൽ തന്നെ ഈ പൊസിഷനിൽ വെച്ച് കണ്ടില്ലേ. ഇനി 13 mm നെറ്റ് അതേപോലെ തന്നെ ഇടുക. കണ്ടോ, ഞാൻ ഒരു നെട്ടിട്ടൊന്ന് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഇതല്ലെങ്കിൽ ഇത് താഴത്തോട്ട് വീഴും. രണ്ടും ഇടുക. അതിനുശേഷം ഇത് കൈ കൊണ്ടൊന്ന് മാക്സിമം ഒന്ന് ടൈറ്റ് ആക്കുക. ഇതേപോലെ ടൈറ്റ് ആക്കുക കറക്റ്റ്. ഒരു 90% ഏകദേശം ടൈറ്റ് ആക്കിയതിന് ശേഷം 90% ടൈറ്റ് ആക്കിയതിന് ശേഷം ഇതാ ഈ ജാക്കി സ്റ്റാൻഡ് വെച്ചിട്ടൊന്ന് ഇവിടെ പൊക്കി കൊടുക്കണം. കറക്റ്റ് ഈ പൊസിഷനിലേക്ക് എത്തിക്കണം. ഇതാ അതേപോലെ പൊസിഷൻ കറക്റ്റ് ആക്കിയതിന് ശേഷം നെക്സ്റ്റ് ഇടുക. കറക്റ്റ് ഇട്ട് ടൈറ്റ് ആക്കാം. 19 mm വെച്ച് ടൈറ്റ് ആക്കാം. ടോർക്ക് വരുന്നത് ഏകദേശം 80 പൗണ്ടാണ്. ഇതിപ്പോൾ ഡിജിറ്റൽ ടോർക്കൊന്നും അതോട്ട് ഏകദേശം ഒരു ടൈറ്റ്. അതേപോലെ തന്നെ മുകളിൽ 13 mm ടൈറ്റ് ആക്കി കൊടുക്കുക. ഓക്കെ, ഷോക്ക് ഫിക്സിങ് കഴിഞ്ഞു. ഇനി തിരിച്ച് ട്രിം ഈ കവർ അതേപോലെ തന്നെ ഇട്ട് ഫിക്സ് ചെയ്യാം. ട്രിം കവർ ഓൾറെഡി ഫിക്സ് ചെയ്തു. ഇനി ജസ്റ്റ് ജാക്കി സ്റ്റാൻഡ് പതുക്കെ റിലീസ് ചെയ്യാം. ജാക്കി സ്റ്റാൻഡ് റിലീസ് ചെയ്തതിന് ശേഷം ടയർ തിരിച്ച് ഫിക്സ് ചെയ്യാം. ടയർ ഫിക്സ് ചെയ്യാൻ ക്ലിപ്പ് റിമൂവ് ചെയ്യാം. ഇതിൻ്റെ ലെഗ് നെറ്റിൻ്റെ 21 mm ലെഗ് നെറ്റിൻ്റെ ടോർക്ക് വരുന്നത് 83 പൗണ്ടാണ്. നമ്മുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ റഞ്ച് ഇല്ലാത്തതുകൊണ്ട് ചെയ്യാം. ഫസ്റ്റ് ഫുള്ളായിട്ട് ടൈറ്റ് ആക്കരുത്. ഏകദേശം ഒന്ന് ടയർ ടൈറ്റ് ആക്കിയതിന് ശേഷം ജാക്കി റിമൂവ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ജാക്കി സ്റ്റാൻഡ് റിമൂവ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ടൈറ്റ് ആക്കുക. ഓക്കെ, ഇനി പതുക്കെ ജാക്കി സ്റ്റാൻഡ് റിമൂവ് ചെയ്യുക. സ്റ്റാൻഡ് റിമൂവ് ചെയ്യാൻ ഫസ്റ്റ് ജാക്കി വെച്ച് ലോഡ് ചെയ്തതിന് ശേഷം സ്റ്റാൻഡ് റിമൂവ് ചെയ്യുക. അൾട്ടിമ 4th ജനറേഷൻ 2007 മുതൽ 2012 വരെ
അതേപോലെ 5th ജനറേഷൻ 2013 മുതൽ 18 വരെയുള്ള മോഡൽസിന് സെയിം ഇതേ മെത്തേഡിൽ തന്നെയാണ് റിയർ ഷോക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്. ഇന്നിപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് അൾട്ടിമ 2013 മോഡലാണ്. ഓൾമോസ്റ്റ് മറ്റ് വെഹിക്കിൾസിൻ്റെയും ഷോക്ക് റീപ്ലേസ് ചെയ്യുന്നത്, റിയർ ഷോക്ക് റീപ്ലേസ് ചെയ്യുന്നത് ഇതേപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇനി ആരെങ്കിലും അൾട്ടിമ 2013-ൻ്റെ ഷോക്ക് റീപ്ലേസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ.